നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പോരാട്ടങ്ങളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്ന 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ്. ഒരു വശത്ത് ഭരണാനുഭവവും ശക്തമായ നേതൃപാടവവും ഉള്ള പിണറായി വിജയൻ, മറ്റുവശത്ത് പ്രതിപക്ഷത്തിന്റെ ശക്തമായ ശബ്ദമായി മാറിയ വി.ഡി. സതീശൻ. ഇതൊരു സാധാരണ തിരഞ്ഞെടുപ്പല്ല, ഇതൊരു രാഷ്ട്രീയ യുദ്ധം തന്നെയാണ്. പശ്ചാത്തലം: നയിച്ച എൽ.ഡി.എഫ് സർക്കാർ തുടർച്ചയായി ഭരണത്തിൽ തുടരുന്ന അപൂർവം നേട്ടം സ്വന്തമാക്കിയിരുന്നു. അതേസമയം നയിച്ച യു.ഡി.എഫ് പുതിയ മുഖവും പുതിയ ശൈലിയും കൊണ്ടാണ് മുന്നോട്ട് വന്നത്. ജനങ്ങൾ ചോദിച്ച ചോദ്യം സ്ഥിരതയോ മാറ്റമോ? എൽ.ഡി.എഫിന്റെ ശക്തിയും ദുർബലതയും. പിണറായി വിജയന്റെ ഭരണത്തിൽ വലിയ വികസന പദ്ധതികൾ നടന്നു. ഇൻഫ്രാസ്ട്രക്ചർ, ഡിജിറ്റൽ സേവനങ്ങൾ, ക്ഷേമ പദ്ധതികൾ. പക്ഷേ അതിനോടൊപ്പം തന്നെ വിവാദങ്ങളും വിമർശനങ്ങളും ഉയർന്നു. പ്രതിപക്ഷം ആരോപിച്ചത് അഹങ്കാര ഭരണശൈലി, അഴിമതി ആരോപണങ്ങൾ, ജനങ്ങളിൽ നിന്ന് അകലം. യു.ഡി.എഫിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. വി.ഡി. സതീശൻ തന്റെ ശക്തമായ പ്രസംഗങ്ങളിലൂടെ ജനങ്ങളെ ആകർഷിച്ചു. പ്രതിപക്ഷം ഒരു പുതിയ ഊർജം കണ്ടെത്തി. യു.ഡി.എഫ് മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ: സുതാര്യമായ ഭരണ സംവിധാനം, യുവജനങ്ങൾക്കുള്ള അവസരങ്ങൾ, വിലക്കയറ്റ നിയന്ത്രണം. സോഷ്യൽ മീഡിയയിലും യു.ഡി.എഫ് ശക്തമായി സ്വാധീനം അറിയിച്ചു. തിരഞ്ഞെടുപ്പ് പോരാട്ടം. ഇതൊരു കടുത്ത പോരാട്ടമായിരുന്നു. എൽ.ഡി.എഫ് പറഞ്ഞു, നമ്മുടെ പ്രവർത്തനങ്ങൾ തന്നെ സംസാരിക്കും. യു.ഡി.എഫ് പറഞ്ഞു, ഇപ്പോൾ മാറ്റത്തിന് സമയമായി. ഗ്രൗണ്ടിലും സോഷ്യൽ മീഡിയയിലും വലിയ മത്സരം. ഓരോ വോട്ടും നിർണായകമായി മാറി. ഇപ്പോൾ ഒരു വാട്ട് ഇഫ് ചോദ്യം ചോദിക്കാം. യു.ഡി.എഫ് വിജയിച്ചാൽ അതിന് കാരണങ്ങൾ എന്താകും? ഭരണവിരുദ്ധ വികാരം, യുവജനങ്ങളുടെ പിന്തുണ, ശക്തമായ പ്രതിപക്ഷ ക്യാമ്പയിൻ. അതേസമയം എൽ.ഡി.എഫ് തോറ്റാൽ അത് ഒരു മുന്നറിയിപ്പായിരിക്കാം. ജനങ്ങളുടെ പ്രതീക്ഷകൾ മാറിയെന്ന് സൂചിപ്പിക്കുന്ന ഒരു സന്ദേശം. അവസാനം, ജനാധിപത്യത്തിൽ ജയിക്കുന്നത് ആരായാലും വിജയം ജനങ്ങളുടേതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? 2026 ആരാണ് ജയിക്കേണ്ടത്? കമന്റിൽ പറയൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.